പത്തനംതിട്ടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി പോവുകയാണ്. വേനൽക്കാലത്ത് പത്തനംതിട്ട നഗരത്തിൽ വൈദ്യുതി ഇനി മുടങ്ങില്ല. അമിത ഉപഭോഗം മുന്നിൽ കണ്ട് നഗരത്തിൽ പുതിയ 3 ട്രാൻസ്ഫോർമറുകൾ KSEB പ്രവർത്തനക്ഷമമാക്കി. എല്ലാ അർത്ഥത്തിലും പത്തനംതിട്ട നഗരം അടിമുടി മാറുകയാണ്. അന്ന് തന്നെ അനുമതി തരികയും നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു സംവിധാനം നിങ്ങൾ ചെയ്തോളാൻ ഞങ്ങൾക്ക് അനുമതി തരികയാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, സാക്ഷാത്കാരമാണിത്. KSEB ഉദ്യോഗസ്ഥർ നഗരസഭയ്ക്ക് നന്ദി പറയുകയാണ്. നഗരത്തിന്റെ വികസനം മുന്നിൽ കണ്ടാണ് പുതിയ നീക്കങ്ങൾ. സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർമാൻ TK സക്കീർ ഹുസൈൻ നിർവഹിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനങ്ങൾ, മേൽപ്പാലത്തിന്റെ വികസനം, ജനറൽ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ. ഇവിടെയെല്ലാം കൂടുതലായ പവർ റിക്വയർമെന്റ് ഉണ്ടാവും. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുക എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ പ്രവർത്തനം നടത്തിയത്. വേനൽക്കാലത്തിലെ അമിത ഉപഭോഗം കണക്കാക്കിയാണ് KSEBയുടെ നീക്കം. 160 kVയുടെ 2 ട്രാൻസ്ഫോറാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പഴയ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഒരു 160 kVയുടെ ട്രാൻസ്ഫോർ, പുതിയ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഒരു 100 kVയുടെ ട്രാൻസ്ഫോറും പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഈ വേനൽക്കാലത്തുള്ള പവർ റിക്വയർമെന്റ് മുൻകൂട്ടി കണ്ടാണ് നമ്മൾ ഈ 3 ട്രാൻസ്ഫോറും കൂടെ വെച്ചിരിക്കുന്നത്. വികസന പ്രവർത്തനത്തിന് രാഷ്ട്രീയത്തിനതീതമായി പിന്തുണയെന്ന പ്രതിപക്ഷ കൗൺസിലറും DCC വൈസ് പ്രസിഡന്റ് കൂടിയായ സുരേഷ് കുമാർ. ആ വികസനങ്ങൾ ജനോപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രതിപക്ഷം എതിർത്തിട്ടുള്ളത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.